നമസ്കാരം. കർക്കിടകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടക വാവ്. ആ സുദിനം ഇന്ന് തന്നെയാണ്. ഈ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില ശുഭ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പിതൃക്കൾ നിങ്ങളിൽ സന്തുഷ്ടരാണ് എങ്കിൽ തീർച്ചയായും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണും എന്നുള്ളതാണ്. ആ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയും അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ കൂടിയാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമ ശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാക്കയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാക്കയ്ക്ക് അത്രമേൽ പ്രാധാന്യമാണ് ഉള്ളത്. കാരണം പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് കാക്ക. അതിനാൽ കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് ഇന്നേ ദിവസം വരുന്നത് ശുഭമാണ്. പ്രത്യേകിച്ചും കാക്ക മഞ്ഞ നിറത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി തന്നെയാണ് കണക്കാക്കുന്നത്. കൂടാതെ ശുദ്ധജലം കാക്ക കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതും ശുഭകരം തന്നെയാണ്. ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നത് പോലും പിതൃപ്രീതിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്തായി ഇണക്കാക്കകളെ കാണുന്നു എങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കുന്നു. ആ വീടുകളിൽ പിതൃപ്രീതി നിറഞ്ഞു നിൽക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുന്നതാണ്. ഇന്നേ ദിവസം കാക്കയ്ക്ക് നിങ്ങൾ ആഹാരം നൽകുകയും കാക്ക അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് ആ വീട്ടിലെ പിതൃക്കളുടെ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ആ വീടുകളിൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പ്രകടമാകും എന്നുള്ളതാണ്. ചിത്രശലഭവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള ചിത്രശലഭം നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് സൗഭാഗ്യമാണ്. സൗഭാഗ്യം വരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതീവ ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. മഞ്ഞ നിറത്തിലുള്ള ചിത്രശലഭം ഇന്നേ ദിവസം വീടുകളിൽ പ്രവേശിക്കുന്നതും കാണുന്നതും ശുഭകരമാണ്. എന്നാൽ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ വിളക്ക് തെളിയിച്ചതിന് ശേഷമോ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലദായകമാണ് എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആഹാരവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം നിങ്ങൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ രണ്ട് ലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. ആദ്യത്തേത് ആ ആഹാരം വളരെ രുചിയുള്ളതായിരിക്കും എന്നുള്ളതാണ്. പതിവിലും കവിഞ്ഞ് ആ ആഹാരത്തിന് ഇന്നേ ദിവസം കൂടുതലായും രുചി അനുഭവപ്പെടുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ആ ആഹാരം കൃത്യമായിരിക്കും എന്നുള്ളതാണ്. ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ആ ആഹാരം കൃത്യമായിരിക്കും, തികയും എന്നുള്ളതാണ്. കളയാനായി അല്ലെങ്കിൽ ബാക്കി വരില്ല എന്ന കാര്യവും ഓർക്കണം. ഇപ്രകാരം സംഭവിക്കുന്നതും ആ വീടുകളിൽ പിതൃപ്രീതിയുടെ സൂചനയായി പരാമർശിക്കാം. ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുന്നതായ സാഹചര്യം. ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഇന്നേ ദിവസം അറിയാതെ കണ്ണുകൾ തുറക്കുകയും മറ്റാരും ഉണർത്താതെ തന്നെ നിങ്ങൾ ഉണരുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭകരമാണ്. നിങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും ആ വിളക്ക് കൂടുതൽ നേരം തെളിഞ്ഞിരിക്കുന്നതായ അവസ്ഥ, അതും കൂടുതൽ സ്വർണ്ണ പ്രഭയോടെ ആ വിളക്ക് കൂടുതൽ നേരം തെളിയുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, കൂടുതൽ പ്രകാശം അനുഭവപ്പെടുന്നു എങ്കിൽ, പതിവിലും കൂടുതലായ സമയം ആ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു എങ്കിൽ അതും ശുഭ ലക്ഷണമാണ്, ശുഭ സൂചനയാണ് എന്നുള്ളതാണ്.
ഇന്നേ ദിവസം നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതായ അവസരത്തിൽ വീടിന് ചുറ്റും ധാരാളം പുഷ്പങ്ങൾ വിടർന്നിട്ടുണ്ടാകാം. ഇപ്രകാരം വീട്ടിൽ ധാരാളം പുഷ്പങ്ങൾ ഇന്നേ ദിവസം വിടരുന്നതും ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. പതിവിലും വിപരീതമായി ഇന്നേ ദിവസം വീടുകളിൽ സുഗന്ധം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അതല്ല മറ്റ് സമയങ്ങളിലോ ധാരാളമായി അല്ലെങ്കിൽ പതിവിലും വിപരീതമായി സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണവും പിതൃക്കളുടെ സൂചനയായി തന്നെ സാന്നിധ്യത്തെ തന്നെ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ കാണുന്ന സൂചനകളിൽ ഒന്നുകൂടിയാണ് ഇത്. മനസ്സിൽ എന്തെന്നില്ലാതെ സന്തോഷം നിറയുന്നതായ ഒരു സാഹചര്യം. നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകാം, പ്രയാസങ്ങളോ ദുരിതങ്ങളോ ജീവിതത്തിൽ പേറുന്നവരാകാം. എന്നാൽ അതെല്ലാം ഒരു നിമിഷം മറന്നു പോകുന്നതായ സാഹചര്യം. മനസ്സിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു പ്രകാശം തെളിച്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. പതിവിലും വിപരീതമായി നിങ്ങൾക്ക് ഇപ്രകാരം മുഖത്ത് ഒരു പ്രകാശം അനുഭവപ്പെടുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ശുഭ സൂചകം തന്നെയാണ്. കൂടുതൽ ഉണർവ് അനുഭവപ്പെടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ്. എന്തെന്നില്ലാതെ വളരെയധികം ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അത് ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിക്കുന്നു എങ്കിലും ഇന്നേ ദിവസം അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രീതി ഈശ്വരാധീനം ആ വീടുകളിലുണ്ട് എന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഉത്സാഹം അനുഭവപ്പെടും. പല കാര്യങ്ങളും ചെയ്തു തീർക്കണം. അത്തരത്തിൽ പതിവിലും വിപരീതമായി കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം. ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പക്കലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വരുന്നു എങ്കിൽ അതും ശുഭ സൂചകം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായ കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായം അവർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ കൂടുതൽ സന്തോഷം അനുഭവപ്പെടുകയും കലഹങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതും ഏറ്റവും ശുഭകരമായ സൂചന തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നും വരുന്നതാകുന്നു. ഇന്നേ ദിവസം ചില്ല് പാത്രങ്ങളല്ലാത്ത മറ്റ് പാത്രങ്ങൾ, അത് സ്റ്റീൽ പാത്രങ്ങളാകാം, പൊട്ടാത്തതായ പാത്രങ്ങൾ ഇന്നേ ദിവസം കയ്യിൽ നിന്നും താഴെ വീഴുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാണ്. പിതൃക്കളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്നതായ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരവും ആ വീടുകളിൽ പിതൃപ്രീതി വർദ്ധിച്ചിരിക്കുന്നു, പിതൃപ്രീതി നിങ്ങൾ നേടിയിരിക്കുന്നു എന്നും ഈശ്വരാധീനം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രകടമായാലും ഇത് മറ്റുള്ളവരോട് പറയാതിരിക്കണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങളിൽ തന്നെ അഥവാ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒതുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ മാത്രമേ ഈ കാര്യങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പുറത്ത് ആരെയും അറിയിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.